ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കും. അങ്ങനെ വിനീതിൻ്റെയും ഗംഗയുടെയും വിവാഹമെല്ലാം മംഗളമായി നടന്ന് എല്ലാവരും അമ്പലത്തിൽ നിന്ന് നടന്നു വരുമ്പോഴേക്കും സുജാതയും ഗീതയും അങ്ങോട്ട് വരുന്നുണ്ട്. അവരെ കണ്ട് ടെൻഷനോടെ ഗംഗ വിനീതിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ആകെ പരിഭ്രമത്തോടെ വിനീതവും ഗംഗയുടെ കയ്യിൽ മുറുകെ പിടിക്കുകയാണ്. സുജാത അവരുടെ അരികിലേക്ക് ചെന്ന് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ, അപ്പോ കാര്യങ്ങളെല്ലാം എളുപ്പമായി അല്ലേ ഗീതെ എന്ന് തന്റെ കൂടെയുള്ള ഗീതയോടായി ചോദിക്കെ വിനീതും തല കുനിച്ച് നിൽപ്പാ. സുജാത വീണ്ടും പറയുന്നുണ്ട്, ദേ എല്ലാവർക്കുമുള്ള അറിയിപ്പാണ്. എന്റെ മകൻ വിനീത് കുറച്ചു മുമ്പ് മരിച്ചുപോയി. മരണാനന്തര ചടങ്ങ് ഇന്നേക്ക് 16-ാം ദിവസം വീട്ടുമുറ്റത്ത് നടക്കും. അതിന് കർമ്മിയെ ക്ഷണിക്കാൻ കൂടി വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ചടങ്ങ് ലളിതമാണ്, എങ്കിലും വരുന്നവർക്കെല്ലാവർക്കും സദ്യ ഉണ്ടാവും എന്നമ്മ പറയുന്നതുകൾക്ക് സങ്കടത്തോടെ അമ്മ എന്ന് വിളിച്ച് ഗംഗയും വിനീതും അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും തൊട്ടു പോവരുത്. ആരാടാ നിന്റെ അമ്മ എന്ന് സുജാതയും ദേഷ്യത്തോടെ ചോദിക്കുക. അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം അമ്മേ എന്ന് വിനീത് പറയേ. അടുത്ത് വരരുത് നീ എന്റെ, ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് അമ്മയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഞാൻ എന്ത് തെറ്റാ അമ്മേ ചെയ്തത് എന്ന് വിനീത് ചോദിക്കേ. പെറ്റ തള്ളയുടെ കണ്ണു വെട്ടിച്ച് കള്ള കല്യാണവും നടത്തിയിട്ട് നീ എന്റെ മുന്നിൽ വന്ന് ചോദിക്കുന്നോ ഞാൻ എന്ത് തെറ്റമ്മേ ചെയ്തതെന്ന് എന്ന് സുജാത ചോദിക്കുന്നുണ്ട്. അതുകൾക്ക് കാവേരിയും കള്ള കല്യാണമോ? നാട്ടുകാരും അറിഞ്ഞ് മുറപ്രകാരം തന്നെയാ എന്റെ ഗംഗേച്ചിയെ വിനീതേട്ടൻ കല്യാണം കഴിച്ചത് എന്ന് പറയേ. മുറപ്രകാരമോ? നിന്റെ ഗംഗേച്ചിയെ നിന്റെ വീട്ടിലേക്ക് വന്ന് ഞാൻ പെണ്ണ് ചോദിച്ചില്ലടി. അപ്പൊ ഞങ്ങൾക്ക് പണവും പത്രസും പോരെന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ ഈ കല്യാണം വേണ്ടാന്ന് വെച്ചു. അന്ന് ഞാനും നിന്റെ വീട്ടുകാരും കൂടി ചേർന്ന് ഈ കല്യാണം നടത്തിയിരുന്നെങ്കിലേ അത് മുറ. ഇപ്പൊ ഈ നടന്നത് കള്ള കല്യാണമാ, എന്താ അമ്മേ ശരിയല്ലേ എന്ന് രാധമ്മയോടായി സുജാത ചോദിക്കുന്നുണ്ട്. രാധമ്മ ഒന്നും മിണ്ടാതെ നിൽക്കെ ഗീതയും പറയുന്നുണ്ട്, വിനീതേ നീ ഇതോർത്തു വെച്ചോ, നിനക്ക് പട്ടി വില തരുന്ന കുടുംബത്തിന്നാ നീ പെണ്ണ് കെട്ടിയിരിക്കുന്നത്. കാലിലിട്ടിരിക്കുന്ന ചെരുപ്പിന്റെ വില പോലും തരില്ല നിനക്ക്. അപ്പോഴേ നീ അമ്മയും ചേച്ചിയും പറഞ്ഞത് ഓർക്കുവെന്ന് സുജാതയും പറയുന്നുണ്ട്. ഓർത്താലും ഇല്ലെങ്കിലും ഞാൻ ചത്ത എന്റെ ശവം പോലും കാണാൻ നീ വന്നേക്കരുത്. അതുകൾക്ക് രാധമ്മയും സുജാതെ ഇങ്ങനെ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കണോ? എത്രയായാലും നിന്റെ സ്വന്തം മകനും നിന്റെ സ്വന്തം ഏട്ടന്റെ മോളുമല്ലേ എന്ന് ചോദിക്കേ. സുജാത വെറും വാക്ക് പറയാണെന്ന് അമ്മ കരുതിയോ? ഇന്നേക്ക് കൃത്യം 16-ാം ദിവസം ഇരിക്കപ്പിണ്ടം വെക്കുമ്പോ അമ്മയ്ക്കും വരാം, എന്നിട്ട് ശാപ്പാടും കഴിച്ച് തിരിച്ചു പോവാം എന്ന് സുജാത പറയുന്നത് കേൾക്കേ എല്ലാവരും ടെൻഷനോടെ നോക്കി നിൽപ്പാ. വാടി എന്ന് ഗീതയും വിളിച്ച് ദേഷ്യത്തോടെ സുജാത അവിടെ നിറങ്ങി പോവുകയാ. പിന്നീട് നിവിന്റെ വണ്ടിയിൽ ഗംഗയും വിനീതും സ്നേഹതീരത്തേക്ക് എത്തുകയാ. അവിടെ സ്നേഹതീരത്ത് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ശാരദയും രാധമ്മയും. ആ ചെറുക്കന്റെ വണ്ടിയല്ലേടി ഇതെന്ന് രാധമ്മ ചോദിക്കേ. അതെ എന്ന് ശാരദ. നീ പോയി നിലവിളക്ക് എടുത്തോണ്ട് വാ എന്ന് രാധമ്മ പറയേ. ശാരദ നിലവിളക്കെടുക്കാനായി അകത്തേക്ക് പോവുകയാ. അപ്പോഴേക്കും നിവിൻ വണ്ടിയുടെ ഡോർ തുറന്ന് പുറകിലേക്ക് വരുമ്പോഴേക്കും വിനീതും ഡോർ തുറന്നിറങ്ങുന്നുണ്ട്. അത് കണ്ട് പരിഭവത്തോടെ നിവിനും കളഞ്ഞു. എടാ നവവരന് ഡോർ തുറന്നു തരാനുള്ള ഒരവസരം പാഴായില്ലേ എന്ന് ചോദിക്കേ. എന്തിനാളിയാ ഫോർമാലിറ്റി ഒക്കെ, ഞാൻ ഇവിടെ പുതിയ ആളാ എന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും കാവേരിയും യമുനയും എല്ലാം വണ്ടിയിൽ നിന്നിറങ്ങുകയാണ്. ഗംഗ വണ്ടിയിൽ നിന്നിറങ്ങാതെ ടെൻഷനോടെ അവിടെ തന്നെ ഇരിക്കണ കണ്ട് ബ്രോ ഗംഗ എന്ന് നിവിൻ പറയുന്നുണ്ട്. ഇറങ്ങിക്കോ ഗംഗെ എന്ന് പറഞ്ഞ് വിനീത് കൈ നീട്ടുന്നുണ്ടെങ്കിലും ഗംഗ അവനെ മൈൻഡ് ചെയ്യാതെ വണ്ടിയിൽ നിന്നിറങ്ങി പോവുകയാ. അത് കണ്ട് എന്തിനാളിയാ ഫോർമാലിറ്റി, ഗംഗ ഇവിടെ പുതിയ ആളാ എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഗംഗ കണ്ടില്ലെന്ന് തോന്നുന്നു എന്നൊരു ചമ്മലോടെ വിനീതും. ഗംഗ ഒറ്റയ്ക്ക് നടന്നു വരുന്നത് കാണേ കാവേരിയും ഗംഗേച്ചി നിൽക്ക്, കല്യാണം കഴിഞ്ഞതല്ലേ, എല്ലാവരും ഒരുമിച്ചാ പോവേണ്ടത് എന്ന് പറയുമ്പോഴേക്കും വിനീതും നിവിനും അങ്ങോട്ട് വരുന്നുണ്ട്. അവരെ കണ്ട് ഇനി പോവാം എന്ന് കാവേരി പറഞ്ഞ് നടന്നു നീങ്ങെ. നിക്ക് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് നിവിൻ മുന്നേ കയറി അവർ നടന്നു വരുന്നത് വീഡിയോ എടുക്കുകയാ. സന്തോഷത്തോടെ നിലവിളക്കും പിടിച്ച് ശാരദയും കൂടെ രാധമ്മയും അവർ വരുന്നത് നോക്കി നിൽപ്പാ. സന്തോഷത്തോടെ രാധമ്മയും പറയുന്നുണ്ട്, എത്ര കാലമായി ഇങ്ങനെയൊരു കാഴ്ച കാണാൻ കൊതിക്കുന്നു. ഇനി എനിക്ക് അരവിന്ദന്റെ അടുത്തേക്ക് പോയാലും വേണ്ടില്ലെന്ന്. എന്താമ്മ ഇത്, കത്തിച്ച നിലവിളക്കിന്റെ മുന്നിൽ വെച്ചാണോ ഇങ്ങനത്തെ വർത്താനം പറയുന്നത് എന്ന് ശാരദയും വഴക്കു പറയുന്നുണ്ട്. അപ്പോഴേക്കും ഗംഗയും വിനീതും കൂട്ടരും അങ്ങോട്ടെത്തിയിരുന്നു. വിനീതിനെ സ്നേഹത്തോടെ വാ മോനെ എന്ന് വിളിച്ച് ഗംഗയോടായി, മോളെ ഐശ്വര്യമായിട്ട് ഇത് വാങ്ങിക്ക്, സകല ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് വാങ്ങിക്ക്, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞ് നിലവിളക്ക് നീട്ടെ. ഗംഗയും ടെൻഷനോടെ മനസ്സിൽ ഓർക്കുകയാ കല്യാണത്തെക്കുറിച്ച് അവൾ പറഞ്ഞ സ്വപ്നങ്ങളെല്ലാം. ജനിച്ചപ്പോ മുതലേ ഞാൻ കാണുന്നതാ ഈ കുന്നും മലയും ഒക്കെ. ഇതൊക്കെ കടന്ന് എനിക്ക് പറക്കണം അച്ഛാ, വേറെ നാടുകൾ കാണണം, പുതിയ ബന്ധങ്ങൾ ഉണ്ടാവണം, പുതിയ ആൾക്കാരെ പരിചയപ്പെടണം, കല്യാണം കഴിഞ്ഞ പുതിയൊരു ജീവിതം എനിക്ക് വേണം അച്ഛാ. ഇതുവരെ കാണാത്ത പുതിയൊരു നാട്ടിലും വീട്ടിലും ഒക്കെ ഉണ്ടാവുന്ന പുതിയൊരു ലോകത്ത് സന്തോഷമായിട്ട് കഴിയണം എനിക്ക് എന്നൊക്കെ പറഞ്ഞതോർത്ത് ടെൻഷനോടെ അവൾ നിൽക്കേ. മോളെന്താ ആലോചിക്കുന്നത്, ഇത് വാങ്ങിക്കും മോളെ എന്ന് ശാരദ വീണ്ടും പറയുകയെ. ടെൻഷനോടെ അമ്മയെ ഒന്ന് നോക്കി ഗംഗ ആ നിലവിളക്ക് വാങ്ങിക്കുമ്പോഴേക്കും വലതുകാല് വെച്ച് കയറും മോളെ എന്ന് രാധമ്മയും പറയുകയാ. അവൾ വലതുകാല് വെച്ച് നിലവിളക്കുമായി അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും
കൂടെയുള്ളവരും സന്തോഷത്തോടെ അകത്തേക്ക് കയറി പോവുകയാണ്. ഡൈനിങ് ഹാളിൽ നിലവിളക്ക് കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ച് അവൾ അച്ഛന്റെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും വിനീതും അങ്ങോട്ടെത്തുകയാ. അമ്മ അവളോടായി പറയുന്നുണ്ട്, നന്നായി പ്രാർത്ഥിച്ചോളും മോളെ, അച്ഛന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവുമെന്ന്. അത് കേൾക്കെ അവളും വിനീതും അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുകയാ. ഗംഗ ടെൻഷനോടെ ഓർക്കുന്നുണ്ട്, അച്ഛൻ വിഷുവിന്റെ അന്ന് വിഷുക്കണി കാണുന്ന സമയത്ത് വിനീതിനെയും തന്നെയും ഒരുമിച്ച് നിർത്തി കൈനീട്ടം തന്നതും അവർ ഒരുമിച്ച് അച്ഛന്റെ അനുഗ്രഹം വാങ്ങിയതുമെല്ലാം. സന്തോഷത്തോടെ അച്ഛനും അവരെ അനുഗ്രഹിച്ച് എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവും എന്റെ മക്കൾക്ക് എന്ന് അച്ഛൻ പറഞ്ഞതുമൊക്കെ സങ്കടത്തോടെ അവളുടെ കണ്ണുകളും നിറയുകയാ. വിനീതവും കണ്ണു നിറഞ്ഞ് ആ ഫോട്ടോയിലേക്ക് നോക്കി അമ്മാവനുമൊത്തുള്ള നിമിഷങ്ങൾ ഓർത്തെടുക്കുകയാ. അമ്മാവൻ ഗംഗയെ എനിക്ക് കല്യാണം കഴിച്ചു തരില്ല എന്ന് പറയണമെങ്കിൽ അതിലൊരു കാരണമുണ്ടാവും, അതെന്റെ കൂടി നന്മയ്ക്കാവും എന്ന് വിനീത് പറയുന്നതും, മോനെ ഇത്രയും കാലം എങ്ങനെയാണോ നീ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ എല്ലാ കാലവും ഉണ്ടാവണമെന്ന് അമ്മാവൻ പറയുന്നതും ഉറപ്പായും ഉണ്ടാവുമെന്ന് അമ്മാവന് വാക്ക് കൊടുത്തതുമെല്ലാം അവൻ ഓർത്തെടുക്കുന്നുണ്ട്. സങ്കടത്തോടെ ഗംഗയും ഓർക്കുകയാ. ഗംഗേച്ചിക്ക് കല്യാണത്തെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു എന്ന് യമുന ചോദിച്ചത്. അതൊക്കെ അച്ഛനുള്ളപ്പോഴല്ലേ. ഇപ്പോ അച്ഛൻ മാത്രമല്ല എന്റെ മനസ്സിലെ സ്വപ്നങ്ങളും തൂത്തുവാരിക്കൊണ്ട അച്ഛൻ പോയതെന്ന് ഗംഗ പറഞ്ഞതുമോർക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവുകയാണ്. സങ്കടമടക്കാൻ കഴിയാതെ അവൾ അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് വിതുമ്പി കരയുമ്പോഴേക്കും എല്ലാം കണ്ടു നിൽക്കുകയായിരുന്ന രാധമ്മയും ഉറക്കെ കരയുന്നുണ്ട്. എന്തമ്മ ഇത് എന്ന് അമ്പരപ്പോടെ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശാരദ ചോദിക്കേ. ഇതൊന്നും കാണാൻ അരവിന്ദനില്ലെന്നോർക്കുമ്പോ എനിക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലടി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന രാധമ്മയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക ശാരദയും. അച്ഛൻ ഒന്നിങ് വന്നേന്ന് പറഞ്ഞ് കാവേരി അച്ഛമ്മയും വിളിച്ചോണ്ട് പോവേ എല്ലാവരും അവളുടെ പുറകെ പോവുകയാ. ഒരു കോൾ വന്ന് വിനീതും അവിടുന്ന് പോകുമ്പോഴേക്കും തനിച്ചായി പോയ ഗംഗയും ഒരു നിമിഷം സങ്കടത്തോടെ അച്ഛന്റെ ഫോട്ടോയിലേക്ക് നോക്കി അവിടുന്ന് അകത്തേക്ക് കയറി പോവുകയാ. പിന്നീട് എല്ലാവരും ലിവിംഗ് റൂമിൽ ഒന്നിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഗംഗയും വിനീതും ഒരു സോഫയിൽ ഒന്നിച്ചിരിപ്പ. വളരെ സന്തോഷത്തോടെയാണ് വിനീത് ഇരിക്കുന്നത്. ഒന്നും മിണ്ടാതെ ടെൻഷനോടെ ഇരിപ്പ ഗംഗയും. രാധമ്മ അവരോടായി പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ പിന്നെ സുജാതയ്ക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ലെന്നാ ഞാൻ വിചാരിച്ചത്. അത് കേൾക്കെ ശാരദയും ചോദിക്കുന്നുണ്ട്, അമ്മ പ്രസവിച്ച മോളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയില്ലേന്ന്. അതെ, സുജാത ഇത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായെന്ന് അച്ഛമ്മ പറയേ. 1-2 ദിവസം അത് കഴിഞ്ഞ് ഞങ്ങളൊരു വാടക വീട്ടിലേക്ക് മാറിക്കൊള്ളാമെന്ന് വിനീതും പറയുകയാണ്. അതെന്തിനാ, ഇവിടെ ഇത്രയും നല്ലൊരു ഹോം സ്റ്റേ ഉള്ളപ്പോ താമസിക്കാൻ ആളില്ലാഞ്ഞിട്ട് ഇവിടെ റൂം വാടകയ്ക്ക് കൊടുക്കുക എന്ന് അമ്മായി പറയേ. എന്നാലും അങ്ങനെയല്ലല്ലോ അമ്മായി എന്ന് വിനീതും. വിനീത് ഇവിടെ പുതിയ ആളൊന്നുമല്ലല്ലോ, പിന്നെന്താന്ന് ശാരദ ചോദിക്കേ. നിന്റെ അമ്മ എന്തു കരുതുമെന്ന് വിചാരിച്ചിട്ടാ അവൾ ഇനി എന്താ പറയാനും പ്രവർത്തിക്കാനുമുള്ളത്? അതങ്ങ് വിട്ടേക്ക്. പിന്നെ പെണ്ണുങ്ങൾ മാത്രമുള്ള വീടല്ലേ, നീ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു സുരക്ഷയാ എന്ന് രാധമ്മ പറയേ. ഇവിടെ തന്നെ താമസിക്കും വിനീതേട്ടാ, എങ്ങോട്ടും പോണ്ട എന്ന് നിളയും പറയുന്നുണ്ട്. നോക്കട്ടെ മോളെ എന്ന് വിനീത് പറയുമ്പോഴേക്കും, എന്നാ പിന്നെ ഞാൻ കൂടി വരട്ടെ മുത്തശ്ശി, സുരക്ഷ ഡബിൾ ആവുമെന്ന് പറഞ്ഞ് നിവിൻ ചിരിയോടെ കാവേരി നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗംഗയ്ക്കും വിനീതിനുള്ള പാലും സ്വീറ്റ്സുമായി യമുന അങ്ങോട്ട് വരികയാ. മധുരം കഴിക്കും മക്കളെ എന്ന് ശാരദ പറയേ. വിനീത് സന്തോഷത്തോടെ പാലെടുത്ത് ഒരു കവിൾ കുടിച്ച് ഗംഗയുടെ നേരെ നീട്ടുകയാ. ഒരു മരവിപ്പോടെ ഇരിക്കുകയായിരുന്നു ഗംഗ എപ്പോഴും. കാവേരി പെട്ടെന്ന് ഗംഗയെ തട്ടി ഉണർത്തി ഗംഗേച്ചി എന്ന് പറയേ. വിനീത് നീട്ടിയ ആ പാൽ ഗ്ലാസ് വാങ്ങി അതിന്ന് കുറച്ച് പാല് കുടിക്കുക. വിനീത് അപ്പോഴേക്കും ഒരു പഴമെടുത്ത് കഴിച്ച് അതിന്റെ പകുതി പ്രണയത്തോടെ ഗംഗയൊന്ന് നോക്കി അവളുടെ നേരെ നീട്ടുമ്പോഴേക്കും ഗംഗയും ടെൻഷനോടെ എല്ലാവരെയും ഒന്ന് നോക്കി അതെടുത്ത് കഴിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും നിവിനും, ഒരു മിനിറ്റ്, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞ് തന്റെ മൊബൈലിൽ എല്ലാവരും ഒന്നിച്ചുള്ള ഒരു സെൽഫി എടുക്കുക. ഇനി ഞാൻ നിങ്ങളെ എടുക്കാമെന്ന് പറഞ്ഞ് വിനീതിനെയും ഗംഗയെയും തനിച്ച് ഫോട്ടോ എടുക്കുക നിവിൻ. അപ്പോഴേക്കും ഗംഗയും, അമ്മേ നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടന്നോട്ടെ എന്ന് ചോദിക്കേ. മോള് വാ എന്ന് ശാരദ വിളിക്കുന്നുണ്ട്. ഗംഗ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ശാരദയും നിളയും യമുനയും കൂടി അവളെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. എടാ എന്നാ പിന്നെ ഞാനും ഇറങ്ങാട്ടോ എന്ന് നിവിൻ വിനീതിനോടായി പറയേ. ഒരു മിനിറ്റ്, ആ ഫോണൊന്ന് തരുമോ, എടുത്ത ഫോട്ടോസൊക്കെ ഒന്ന് നോക്കണമെന്ന് കാവേരി പറയുന്നുണ്ട്. അത് സംബന്ധിച്ച് നിവിൻ തന്റെ മൊബൈൽ കാവേരിക്ക് കൊടുക്കുമ്പോഴേക്കും അവൾ അതിലെ ഫോട്ടോയെല്ലാം നോക്കിക്കൊണ്ടിരിക്കെ പ്രണയത്തോടെ അവളെ തന്നെ നോക്കി നിൽപ്പാൻ നിവിനും. രാധമ്മയും നിവിനെ കുറിച്ച് പറയുന്നുണ്ട്, നല്ല മോൻ, ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇതിന് പകരമായി മോന് ഞങ്ങൾ എന്താ ചെയ്തു തരണ്ടേ എന്ന് രാധമ്മ ചോദിക്കേ. എന്നെ വിനീതിനെ പോലെ തന്നെ കണ്ടാ മതി, ഇപ്പൊ ഒന്നും ചെയ്തു തരണ്ട, വേണ്ടപ്പോ ഞാൻ പറഞ്ഞോളാം എന്ന് നിവിൻ പറയേ. എന്താ മോനെ എന്ന് ആകാംക്ഷയോടെ രാധമ്മയും ചോദിക്കുന്നുണ്ട്. അതൊക്കെ സർപ്രൈസ് ആയിരിക്കട്ടെ മുത്തശ്ശി എന്ന് നിവിൻ പറയേ. എന്താടാ പറ, ഇപ്പോ തന്നെ ചെയ്തു തരാമെന്ന് വിനീതും പറയുന്നുണ്ട്. വേണ്ട ബ്രോ, ഞാൻ സമയമാകുമ്പോ പറയാമെന്ന് പറഞ്ഞ് നിവിൻ വീണ്ടും പ്രണയത്തോടെ കാവേരിയെ നോക്കി നിൽപ്പാ. കാവേരി മാരേജ് ഫോട്ടോ സൂം ചെയ്ത് നോക്കുമ്പോ ഗംഗയുടെ ടെൻഷനോടുള്ള മുഖം കണ്ട് അവൾക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. പിന്നീട് രാത്രിയാവുമ്പോ ശാരദ കാവേരിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് മുറ്റത്തേക്ക് ഇറക്കി കൊണ്ടുവരികയാ. കൈ വിട്, എന്താ അമ്മയെന്ന് കാവേരി ചോദിക്കേ. ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്നമ്മ പറയേ. വീടമ്മേ എന്ന് പറഞ്ഞ് തന്റെ കൈ തട്ടി മാറ്റുന്നുണ്ട് കാവേരി. ചേടാ, ഒരു കാര്യം അറിയാനെന്ന് പറഞ്ഞില്ലേ
എടി ഗംഗയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അമ്മ പതിയെ ചോദിക്കേ. ഇപ്പൊ കൂടി നമ്മൾ ഗംഗേച്ചിയുടെ അടുത്തൊന്നല്ലേ വരുന്നത്. അതിനിടയിൽ ഗംഗേച്ചിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ഗംഗേച്ചി എന്താ പനി പിടിച്ച് കിടക്കുക എന്ന് കാവേരിയും. എടി അവൾക്ക് ഈ കല്യാണം ഇഷ്ടമായോ എന്ന് അമ്മ ചോദിക്കേ. ഓ കൊള്ളാം, ഇപ്പോഴാണോ ചോദിക്കുന്നത്? ഗംഗേച്ചിയുടെ മുഖത്തൊന്ന് എനിക്കൊന്നും വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. കല്യാണം കഴിഞ്ഞ ശേഷം ഗംഗച്ചേച്ചി അധികം സംസാരിക്കുന്നുമില്ല എന്നവൾ പറയുമ്പോഴേക്കും സിറ്റൗട്ടിലേക്ക് എത്തുന്ന രാധമ്മയും ആഹാ നീ ഇവിടെ വന്ന് നിൽക്കണോ എന്ന് ചോദിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ശാരദയും ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ അമ്മ എത്ര ദിവസമായിട്ടുള്ള മെനക്കേടും ഉറക്കമുഴപ്പുമാണെന്നറിയോ? ഇപ്പൊ കല്യാണവും മധുരവെപ്പും ഒക്കെ കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും മനസമാധാനമായിട്ട് എവിടെയെങ്കിലും ഒന്ന് നിന്നോട്ടെ എന്ന് ശാരദ പറയേ. കഴിഞ്ഞെന്നോ? ഇനിയല്ലേ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ എന്ന് രാധമ്മയും. ഇനി എന്താ ഉള്ളേ എന്ന് ശാരദ ചോദിക്കുക. കാവേരി നീ അകത്ത് പോയെന്ന് രാധമ്മ പറയുന്ന കേൾക്കെ കാവേരിയും ഒരു ചിരിയോടെ അവിടെ തന്നെ നിൽപ്പാ. അമ്മ ഏത് ചടങ്ങിന്റെ കാര്യം ഈ പറയുന്നേ? കാവേരിയോടെ നിന്നോട്ടെ, അവളോടെ ഞാൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചോണ്ട് നിൽക്കുക എന്ന് ശാരദ പറയേ. ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് രാധമ്മയും. ആണോ? എന്നാ കാവേരി കൂടി കേൾക്കട്ടെ എന്ന് ശാരദ പറയേ. അമ്മേ ഫസ്റ്റ് നൈറ്റിന്റെ കാര്യം അച്ഛൻ ഈ പറയുന്നത് എന്ന് കാവേരി പറയുന്നത് കേൾക്കെ ഒരു ചമ്മലോടെ നിൽപ്പാ ശാരദയും. എടി നിന്നോട് ചോദിച്ചോ ആരെങ്കിലും? കേറിപ്പോടി അകത്തെന്ന് അച്ഛമ്മ വഴക്കു പറയേ. ചോദിക്കാതെ തന്നെ ഇതൊക്കെ എനിക്കറിയാം അച്ഛമ്മേ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആർക്കാ ഇതൊക്കെ അറിയാത്തത് എന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. അപ്പൊ പറ ശാരദ എവിടെയാ ഒരുക്കേണ്ടത് എന്ന് അച്ഛമ്മ ചോദിക്കേ. എന്ത് എന്ന് ശാരദ. ഓ ഏത് റൂമിലാണെന്ന് എന്ന് രാധമ്മ പറയേ. എന്താണെന്ന് എന്ന് ശാരദയും. ഓ ഫസ്റ്റ് നൈറ്റ് ഏത് റൂമിലാന്നാ അച്ഛമ്മ ചോദിക്കുന്നേ എന്ന് കാവേരി പറയുന്നു. ഓ അതോ എന്ന് ചോദിച്ച് കാവേരി ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് ഇവൾക്ക് ഇത്തിരി കാര്യവിവരം കൂടുതലാണല്ലോ, കേറിപ്പൊടി അകത്ത് എന്ന് ശാരദ വഴക്കു പറയേ. വേണ്ട നിന്നേക്കാൾ ഭേദമാ അവളിവിടെ നിന്നോട്ടെ, ഏത് റൂമാ ഒരുക്കേണ്ടതെന്ന് പറ എന്ന് രാധമ്മയും. വേറെ റൂം എന്തിനാ, ഗംഗയുടെ റൂം തന്നെ ആയിക്കോട്ടെ എന്ന് ശാരദ പറയും. അവിടെയല്ലേ ഞങ്ങൾ കിടക്കണേ, ഞങ്ങൾ പിന്നെ എവിടെ പോയി കിടക്കുമെന്ന് കാവേരിയും. എന്ന ഒരു കാര്യം ചെയ്യേ, ഹോം സ്റ്റേക്കായിട്ട് 2 റൂം ഒരുക്കിയിട്ടുണ്ടല്ലോ, അതിലൊരു റൂം അവരെടുക്കട്ടെ എന്ന് ശാരദ പറയേ. അത് ഉഗ്രൻ ഐഡിയ, അതാവുമ്പോ ഹോട്ടൽ റൂം പോലെ വൃത്തിയായി കിടക്കുന്നുണ്ട് എന്ന് കാവേരിയും സന്തോഷത്തോടെ പറയുന്നുണ്ട്. അപ്പോ നീ ചെന്ന് വിനീതിനെ ആ റൂമിലേക്ക് പറഞ്ഞു വിട്, പിന്നാലെ ഞാൻ ഗംഗയെ പറഞ്ഞയക്കാമെന്ന് അച്ഛമ്മയും. അച്ഛമ്മേ ഞാൻ എങ്ങനെയാ ഇതൊക്കെ ചെയ്യുന്നത്? വിനീതേട്ടാ വാ നമുക്ക് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോണോ? എന്നവൾ പറയേ. എന്നാ വേണ്ട, ഞാൻ വിളിച്ചോളാം, നീ ഗംഗയെ ആ റൂമിലേക്ക് പറഞ്ഞയച്ചാൽ മതിയെന്ന് അച്ഛമ്മ പറയേ. അത് വേണമെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് കാവേരി. എന്നാ ശരി, ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്ന് രാധമ്മ പറയേ. ഇനിയിപ്പോ എന്ത് മറ്റു കാര്യങ്ങളാ എന്ന് സംശയത്തോടെ ശാരദയും. അമ്മേ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഫസ്റ്റ് നൈറ്റില് വരഞ്ഞു കൊടുക്കാൻ വധു പാലും പഴവും ഒക്കെ ആയിട്ട് പോകുന്നത്, അതൊക്കെ സെറ്റ് ചെയ്യണ്ടേ എന്ന് കാവേരി ചോദിക്കേ. യു ഫൂൾ, അത്രയൊക്കെ നീയൊക്കെ എത്തിയിട്ടുള്ളൂ, വേറെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ബാക്കി കിടക്കയില്ലേ എന്ന് പറഞ്ഞ് അച്ഛമ്മ അകത്തേക്ക് കയറി പോവുകയാണ്. ഇനിയും വെറൈറ്റി സംഭവങ്ങളോ? ഈ അച്ഛമ്മ പുലിയാണല്ലോ അമ്മേ എന്ന് കാവേരി അമ്മയോടായി ചോദിക്കേ. പുലിയല്ല, പുപ്പുലി. എന്റെ ആദ്യരാത്രി കൊളാക്കാൻ ഈ പുലി എന്തൊക്കെയാ ചെയ്തെന്നറിയോ എന്ന് ശാരദ ചോദിക്കേ. എന്തൊക്കെയാ ചെയ്തത് എന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ കിടക്കുന്ന കട്ടിലിന്റെ അടിയിലെ അച്ഛമ്മ വന്ന് കിടന്നു കളഞ്ഞെന്നേ. കുറച്ചു കഴിഞ്ഞു നോക്കുമ്പോഴേ കട്ടിലിനടിയിൽ ഒരു ശബ്ദം. അരവിന്ദ എനിക്കിവിടെ മനസമാധാനമായിട്ട് കിടന്നുറങ്ങണമെന്ന്. അതുകൾക്ക് കാവേരിയും ചോദിക്കുന്നുണ്ട്. എപ്പോഴാ അമ്മ അച്ഛമ്മ അങ്ങനെ പറഞ്ഞതെന്ന്? കൊള്ളാലോ നീ, പോടി എവിടുന്ന്, എന്തൊക്കെ അറിയണം നിനക്ക് എന്ന് ശാരദ അവളെ വഴക്കു പറയുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഗംഗയോട് അച്ഛമ്മ മണിയറ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയാൻ ശ്രമിക്കുന്നതും അരവിന്ദന്റെ വീട്ടുകാരുമായുള്ള റിലേഷൻ നിർത്തണമെന്ന് നിവിന് രാജേശ്വരി താക്കീത് നൽകുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.